ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പ്രചാരണം നടക്കട്ടെ. അത്തരമൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് CPM കടക്കുന്നു. അതിൻ്റെ ഭാഗമായൊക്കെയാണ് ഇപ്പോൾ നിഷ്കളങ്കം തിരുവനന്തപുരത്തെ ഏതെങ്കിലും ആളുകൾക്ക് പ്രത്യേകിച്ചൊരു ആരാധന തോന്നിയപ്പോൾ ഉണ്ടാക്കിയൊരു വീഡിയോ ഗാനം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഇത്തരം കാര്യങ്ങൾ. പക്ഷേ അതിൻ്റെ സ്വീകാര്യത അങ്ങ് നോക്കിയിട്ടുണ്ടല്ലോ, ഏതാണ്ട് 4 മില്യണിലേക്ക് ഇപ്പോൾ അതിൻ്റെ വ്യൂവർഷിപ്പ് എത്തുകയുമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ സ്വീകാര്യത അതിന് കിട്ടുന്നു എന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? വേണു, ഈ 4 മില്യൺ വ്യൂവേഴ്സൊക്കെ വരുന്നത് ഈ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾക്ക് മാത്രമല്ല, മറ്റു ചില വിഷ്വൽസിനും കിട്ടാറുണ്ട്. ഞാൻ ആ വിഷ്വൽസിനെ കുറിച്ചും അതിൻ്റെ കാറ്റഗറിയെക്കുറിച്ചും ഞാൻ പ്രത്യേകമായി പറയുന്നില്ല. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ്? ഞാൻ ഈ ചർച്ച ആരംഭിക്കുന്നത് ഈ 2022 ഫെബ്രുവരി മാസം 28-ാം തീയതി 2022 ഫെബ്രുവരി മാസം 28-ാം തീയതി CPMൻ്റെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് ആരംഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പത്രസമ്മേളനത്തിലെ ഏതാണ്ട് 2 വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞത്. പാർട്ടിയിൽ വ്യക്തിപൂജ അനുവദിക്കില്ല. 2022 2022 ഫെബ്രുവരി മാസത്തിൽ 2 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ. നേതാക്കളെ പ്രശംസിക്കുന്ന പാട്ടുകൾ പാർട്ടിയുടേതല്ല. ഇത് രണ്ടും ആ പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള 2 വാചകങ്ങളാണ്. അതിന് ആധാരമായ കാര്യം താങ്കൾക്കറിയാം. തിരുവനന്തപുരം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ എന്താ പറയുന്നത്, പാറശാല ഏരിയ കമ്മിറ്റി നടത്തിയ ഒരു മെഗാ തിരുവാതിര. ആ മെഗാ തിരുവാതിര ചെറുവാരക്കോണത്ത് CSI സ്കൂളിലാണ് നടന്നത്. ആ മെഗാ തിരുവാതിരയിൽ ഉദ്ഘാടനം ചെയ്തത് അഥവാ പങ്കെടുത്തത് MA ബേബിയും അന്നത്തെ ജില്ലാ സെക്രട്ടറിയായ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും അന്നത്തെ ജില്ലാ സെക്രട്ടറിയായ ആനാവൂർ നാഗപ്പനുമാണ്. ആ മെഗാ തിരുവാതിരയിലെ വാചകങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഒരു വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കാം. നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാരണഭൂതൻ, ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും, കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്ന് തുടങ്ങിയ ആ തിരുവാതിരപ്പാട്ട് നമ്മൾ കേട്ടതാണ്. അതിനെ തുടർന്നാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റുമായി വന്നത്. അതിനുശേഷം നമുക്കറിയാം 2017 P ജയരാജനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ദൈവദൂതനെന്നും ചെന്താരകമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അമ്പാടിമുക്ക് സഖാക്കൾ ബോർഡ് വെച്ചതും PJ ആർമി ഉണ്ടായതും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും അദ്ദേഹത്തെ ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റി അംഗമായ P ജയരാജനെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരായി 4-5 പേജുള്ള കുറ്റപത്രം ആ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതും നിരവധി കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ആ കുറ്റപത്രം അവതരിപ്പിച്ച് അദ്ദേഹം ഇരിക്കുന്ന സമിതിയിൽ തന്നെ അത് പാസ്സാക്കുകയും സാധാരണ നിങ്ങളെ താക്കീത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കുന്നു എന്ന്, ഏറ്റവും ചുരുങ്ങിയ താക്കീത് മുതൽ ഏറ്റവും കൂടിയ പുറത്താക്കൽ വരെ, അതിനപ്പുറത്തേക്ക് മറ്റൊരിക്കലും കേട്ടുകഴിവില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ തന്നെ ഇരുത്തിക്കൊണ്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കി അവിടെ പാസ്സാക്കി അത് താഴോട്ട് ബ്രാഞ്ച് കമ്മിറ്റി വരെ വായിച്ചു കേൾപ്പിച്ച് തിരിച്ച് അദ്ദേഹം തിരുത്തൽ വരുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഇത് അവസാനിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം നേരിട്ടല്ലത്, ഇതേപോലെ ഇതിനേക്കാൾ ലഘുവായിട്ടുള്ള ഒരു കുറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പിന്നീട് നമുക്കറിയാം PK ശശിയുമായി ബന്ധപ്പെട്ട് തമ്പുരാൻ എന്ന പേരിലൊരു വിവാദം വന്നിരുന്നു. മുമ്പേ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ VSൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശരിയാണ്. ഇതിന് ശേഷമാണല്ലോ ക്യാപ്റ്റൻ പ്രയോഗം വരുന്നത്. വേണു നന്നായിട്ട് ബോധ്യമുണ്ട്. ആ ക്യാപ്റ്റൻ പ്രയോഗം, ഇദ്ദേഹത്തെ ഒരു ക്യാപ്റ്റനായി ചിത്രീകരിച്ചുകൊണ്ടൊരു പ്രയോഗം വന്നു. ആ പ്രയോഗത്തെ അന്ന് കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും അതുപോലെ തന്നെ P ജയരാജനും ഒക്കെ എതിർത്തിരുന്നു. എന്നാൽ അന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന A വിജയരാഘവൻ അതിനെ അനുകൂലിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ പുതിയ സംവിധാനം വന്നിരിക്കുന്നത്. പിന്നെ ഫീനിക്സ് പക്ഷി എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അജയ്യൻ എന്ന് പറയുന്നുണ്ട്, പിന്നെ അദ്ദേഹം വരദാനമാണെന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിനെതിരെ ബാക്കിയുള്ളവർക്ക് അസൂയയാണെന്ന് പറയുന്നുണ്ട്, അദ്ദേഹം സൂര്യനാണ് എന്ന് പറയുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ പാട്ട് വന്നിരിക്കുന്നു. പാട്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ സാന്ദർഭികവശാൽ വന്നു പോയതല്ല, അതിൻ്റെ പിന്നിൽ നല്ല പ്ലാനിംഗ് ഉണ്ട് എന്ന് നമുക്ക് നല്ല ബോധ്യപ്പെടും. അപ്പോൾ ഇത് CPM പോലെ ഒരു പ്രസ്ഥാനത്തിന് ഈ രീതി യോജിച്ചതാണോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതി മാറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമാക്കിയാൽ മതി. ഇവിടെ അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇവിടെ ഒരു മന്ത്രി CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ VN വാസവനാണ് പറയുന്നത് കേരളത്തിന് ദൈവം നൽകിയ വരദാനമാണ് പിണറായി വിജയനെന്ന്. അപ്പോൾ VN വാസവനെ പോലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പറയുന്നു ദൈവം നൽകിയ വരദാനമാണ് പിണറായി വിജയൻ എന്ന് പറയുകയും അദ്ദേഹത്തിന് തൊട്ടടുത്ത ദിവസം തുറമുഖ വകുപ്പ് കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കുകയും ചെയ്യുക. ഇനി അദ്ദേഹത്തോട് ബാക്കി എല്ലാവർക്കും അസൂയയാണെന്ന് പറഞ്ഞതാരാ? സജി ചെറിയാനാണ്. ആ സജി ചെറിയാനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? സജി ചെറിയാൻ്റെ സിനിമാ വകുപ്പ് സജി ചെറിയാൻ തന്നെ നിലനിർത്തി.
KB ഗണേഷ് കുമാർ ഒരു സിനിമാ നടൻ കൂടിയായിട്ടും അദ്ദേഹം വഹിച്ചിരുന്ന മുമ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പായിട്ട് പോലും അദ്ദേഹം ചോദിച്ചിട്ട് അത് കൊടുത്തില്ല. സഹിച്ചറിയാൽ നിലനിർത്തി. എന്താണ് മുഖ്യമന്ത്രിയിൽ എല്ലാവർക്കും അസൂയാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് കടന്നപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ ഈ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് നൽകാതെ ഇദ്ദേഹത്തിലേക്ക് നിലനിർത്തി. അപ്പോൾ ഇങ്ങനെ സ്തുതിക്കുന്നവർക്ക് സ്ഥാനമുണ്ടെന്നും അവർക്ക് ഗുണമുണ്ടെന്നും കൂടി മുഖ്യമന്ത്രി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. MP രാജേഷും P രാജീവും ഒക്കെ ഇത് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് നന്നായി സ്തുതിക്കാനും പുകഴ്ത്താനും അറിയാവുന്നവരാണ്. നിങ്ങൾ കൂടി നാളെ ഇങ്ങനെ ഇറങ്ങണം, എങ്കിലേ ഇത് പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് CPM അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നമുക്കറിയാം 2 ടൈം MLA-മാരായിരുന്നവർ പിന്നീട് മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല 75 വയസ്സ് കഴിഞ്ഞവർ അതിൽ തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. രണ്ടാമത്തെ ടൈം മന്ത്രിമാരാകുന്നതിനെ സംബന്ധിച്ച് എല്ലാവരും മാറണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കാരണഭൂതന് ഇതൊന്നും പ്രശ്നമല്ല. അദ്ദേഹത്തിന് വേറെ നിയമം. അപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ ഇദ്ദേഹം ദൈവതുല്യനാണോ അതോ ഇദ്ദേഹം ഏകാധിപതിയാണോ എന്ന കാര്യത്തിൽ മാത്രമേ ഇനിയൊരു തീരുമാനമാകാനുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പല രീതിയിൽ അദ്ദേഹത്തിന് ശരി. ശ്രീ ജ്യോതികുമാർ ചാമക്കല, അഡ്വക്കേറ്റ് BN ഹസ്കറും ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമാവുന്നു. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ശരി, പറഞ്ഞോളൂ, ജ്യോതി പൂർത്തിയാക്കിക്കോളൂ. ഒരു മിനിറ്റ് വേണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഒരു മിനിറ്റ് ഇവിടെ ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ എന്താ പ്രശ്നം അറിയോ? ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെയൊക്കെ വാഴ്ത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള വാഴ്ത്തുപാട്ടുകൾ ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള വാഴ്ത്തുപാട്ടുകളെ ആഘോഷമാക്കുന്നു. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി വെറും മുഖ്യമന്ത്രിയല്ല, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഇത്തരത്തിൽ വാഴ്ത്തുപാട്ടുകളെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യാണ്. ഇവിടെ തിരുത്തൽ ശക്തിയാകേണ്ടത് ആരൊക്കെയാണ്? ഇവിടെ തിരുത്തൽ ശക്തിയാകേണ്ടത് ഒരു MA ബേബിയെ പോലെയുള്ളവർ, അല്ലെ തോമസ് ഐസക്കിനെ പോലെയുള്ളവർ, അല്ലെ നമ്മുടെ സ്റ്റൈലജ ടീച്ചറിനെ പോലെയുള്ളവർ. അവരൊക്കെ തിരുത്തൽ ശക്തിയാകേണ്ട സ്ഥാനത്ത് ഇനി എന്തെങ്കിലും അവശേഷിക്കുന്ന അപ്പക്കഷ്ണങ്ങൾ കിട്ടുമോ എന്നുള്ളത് കൊണ്ട് അവർ മൗനം പാലിക്കുന്നു. അപ്പോൾ ഇത് രാജാവ് നഗ്നനാണ് എന്ന് പരസ്യമായി പറയുവാൻ തൻ്റെ ഇടമുള്ള ഒരാൾ പോലും ആ പാർട്ടിയിൽ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. DYFI മിണ്ടുന്നില്ല, SFI മിണ്ടുന്നില്ല, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മിണ്ടുന്നില്ല, സംസ്ഥാന സെക്രട്ടറിയിലുള്ളവർ മിണ്ടുന്നില്ല, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മിണ്ടുന്നില്ല, പോളിറ്റ് ബ്യൂറോ മിണ്ടുന്നില്ല, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മിണ്ടുന്നില്ല. ഇവർക്കാർക്കും മിണ്ടാൻ കഴിയാത്ത രീതിയിൽ ഏകാധിപതിയായി പിണറായി വിജയൻ അവതരിച്ചിരിക്കുന്നു. അത് ആ പാർട്ടിയുടെ അവസാനത്തിൻ്റെ ആരംഭമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.